നാളെ മഹ്ശറിൽ വന്നുകൊണ്ട് പറയുന്നതായ രംഗമാണ്, അല്ലാഹുവേ എന്നെ നീ നരകത്തിലിടരുത് അല്ലാ. ഈ സമയത്ത് അല്ലാഹു മലക്കുകൾ മുഖേന പറയുകയാണ്, കല്ലാ ഇന്നഹാ ലളാ, വേണ്ടടാ വേണ്ടടാ, 60-70 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലയോ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. 60-70 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലയോ? നിനക്ക് നല്ല ആരോഗ്യം നാം നൽകിയില്ലയോ? നിനക്ക് മുന്നറിയിപ്പുകാരായി നിന്റെ നാട്ടിൽ മദ്രസകളിലും നിന്റെ നാട്ടിൽ പള്ളികളിലും നിന്റെ നാട്ടിൽ പരിശുദ്ധമാക്കപ്പെട്ട മതവിജ്ഞാന വേദിയിലും വെച്ചുകൊണ്ട് ആലിമീങ്ങളെ കുറിച്ച്, നരകത്തെ കുറിച്ച് ആലിമീങ്ങളെ കൊണ്ട് മുന്നറിയിപ്പ് നൽകിയില്ലയോ? മഹ്ശറയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയില്ലയോ? പണം കൊണ്ട് അഹങ്കരിക്കണ്ട എന്ന് വ്യക്തമായി നിനക്ക് മുന്നറിയിപ്പ് നൽകിയില്ലയോ? വജാഅകുമുൻ നദീർ. അവരുടെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കാതെ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിട്ടവനല്ലേ. ഇന്നിതാ ഇന്നഹാ ലളാ, ആ കാണുന്നത് ലളാ എന്ന നരകമാണ്. നിന്നെ അതാ നരകം മാടി വിളിക്കുകയാണ്. നസാഅതൻ ലിശ്ശവാ. ഈ ദുനിയാവിൽ അറബിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വിവിധങ്ങളാകുന്ന ഹോട്ടലിലേക്ക് പോയിട്ടുള്ളതാകുന്ന പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, അറബിക്ക് ഫുഡ് എവിടെയാണ് കിട്ടുന്നത്? അതന്വേഷിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതായ സഹോദരാ, ഏതെല്ലാം ഹോട്ടലുകൾ പോയിരുന്നു കൊണ്ട് ശവായ കഴിച്ചിട്ടുള്ളതാകുന്ന മുഅ്മിനീങ്ങളുണ്ടോ? ശവായ എന്ന പദം ലോകത്താദ്യമായി പറഞ്ഞത് അല്ലാഹുവാണ്, അല്ലാഹുവാണ്. നസാഅതൻ ലിശ്ശവാ, നസാഅതൻ ലിശ്ശവാ. ലളാ എന്ന നരകത്തിൽ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ്. നരകത്തെ പരാമർശിക്കുന്ന സ്ഥലത്ത് അല്ലാഹു പറയുന്നു, ഒരു വ്യക്തിയുടേതാകുന്ന തല അവന്റെ മൂർധാവിൽ പിടിച്ച് അല്ലാഹു കൊണ്ടുവന്ന് ചുട്ടെടുക്കുന്നതായ നരകമാണ് ലളാ എന്ന നരകമെന്ന് വിശുദ്ധമായ ഖുർആൻ. തദ്ഉ മൻ അദ്ബറ വതവല്ലാ